ജീവിതത്തിലെ വിജയങ്ങൾ നേടുന്നവരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവർ രണ്ട് വിഭാഗങ്ങളാക്കാം. ഒന്നാമത്തത്, അവർക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. കാരണം തിരിച്ചു പോകാനുള്ള വഴി അവിടെ ഇല്ല. വഴി അടഞ്ഞു കിടക്കുക. അവർക്ക് ബാക്കപ്പ് ഇല്ല. മുന്നോട്ട് പോയേ പറ്റൂ. സേഫ്റ്റി നെറ്റ് ഇല്ല. മുന്നോട്ട് പോയേ പറ്റൂ. ജീവിത പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും അവരെ ഇങ്ങനെ തള്ളി നിർത്തിയിരിക്കുക. അതുകൊണ്ട് അവർക്ക് ജയിക്കുക എന്നുള്ളത് ഒരാഗ്രഹമൊന്നുമല്ല, അതൊരു അതിജീവനമാണ്. ജീവിക്കണമെങ്കിൽ ജയിച്ചേ പറ്റൂ. രണ്ടാമത്തെ ആൾക്കാർ, അവർക്കെല്ലാം ഉണ്ട്. സാധാരണ മനുഷ്യന്മാർ സ്വപ്നം കാണുന്ന എല്ലാ കാര്യങ്ങളും അവർ സമൃദ്ധിയിൽ അങ്ങോട്ട് ജീവിച്ചു പോണവരാ. ഇപ്പോൾ അറബ് നാട്ടിലൊക്കെ രാജകുമാരന്മാരൊക്കെ അല്ലേ, അവർക്ക് എന്താ ഇല്ലാത്തത്? പക്ഷേ അവർക്ക് സാധാരണ ജീവിതം അത് അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഇങ്ങനെ സുഖിച്ച് ജീവിക്കാനൊന്നും അവർ തയ്യാറല്ല. ആ സുരക്ഷയിൽ ഇങ്ങനെ മറന്നു പോകാൻ അവർ തയ്യാറില്ല. അവർ നിശ്ചയിച്ചൊരു നിലവാരമുണ്ട്. അവരെ അനുവദിക്കില്ല. അത് അവർക്ക് അവരെ പിടിച്ച് തല്ലുന്ന പ്രശ്നങ്ങളില്ല. പക്ഷെ അവർക്കെന്താ, അവരെ പിടിച്ച് വലിക്കുന്ന സ്വപ്നങ്ങളാണ് ഉള്ളത്. ഇവർ രണ്ട് കൂട്ടരും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരേപോലെ തോന്നും. പക്ഷേ അവരെ രണ്ട് കൂട്ടരെയും ഒന്നിപ്പിക്കുന്നത് ഒരു സ്വഭാവമാണ്. അതായത് ഒഴിഞ്ഞു മാറുക. അതെല്ലാവർക്കും പറ്റും. എത്ര വലിയ പ്രശ്നങ്ങളുണ്ടായാലും ആൾക്കാർക്ക് ഒഴിഞ്ഞു മാറാം. ആൾക്കാർക്ക് ഉത്തരവാദിത്തം ഒഴിഞ്ഞു മാറാൻ ചിലർ മരിക്കുക വരെ ചെയ്യും. പക്ഷേ ഇവർ ഒഴിഞ്ഞു മാറാൻ ഒരു കാരണം പോലും അവർക്ക് നൽകില്ല. അവർ സാഹചര്യങ്ങളുടെ അടിമകളല്ല, അവർ തീരുമാനങ്ങളുടെ മനുഷ്യനാണ്. അതുകൊണ്ട് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുക. നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളാണോ, അതായത് സമ്മർദ്ദങ്ങളാണോ, ഗതികേടാണോ, അതോ നിങ്ങളുടെ സ്വന്തം ഉയർന്ന നിലവാരമാണോ, നിങ്ങളുടെ സ്വപ്നങ്ങളാണോ? കാരണം ജീവിതം ഏറ്റവും വലിയ പ്രതിഫലം നൽകുന്നത് സ്വയം ഒരു എളുപ്പ വഴിയും അനുവദിക്കാത്ത മനുഷ്യർക്കാണ്. പറഞ്ഞു മനസ്സിലായോ? ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം നേടുന്നത് ബുദ്ധിമുട്ടാൻ തയ്യാറുള്ളവർക്കാണ്. ജീവിതം ഏറ്റവും വലിയ പ്രതിഫലം നൽകുന്നത് ആർക്കാണെന്നറിയോ? ഷോർട്ട് കട്ട്സ് എടുക്കാൻ തയ്യാറില്ലാത്തവർ. അതായത് അവർക്ക് മുന്നിൽ വഴികളുണ്ട്. ഈ പറഞ്ഞ രണ്ട് കൂട്ടർക്ക് മുന്നിൽ വഴികളുണ്ട്, രക്ഷപ്പെടാനുള്ള വഴികളുണ്ട്. ബട്ട് they don't want to take it. അവർക്ക് ഷോർട്ട് കട്ട്സ് വേണ്ട. ടെൻഡുൽക്കർ പറഞ്ഞതുപോലെ ലിഫ്റ്റ് ഉണ്ടെങ്കിലും ഞാൻ സ്റ്റെയർ കേസ് കയറിയേ പോകൂ എന്ന് തീരുമാനിച്ച ആളുകൾക്കാണ് ജീവിതം ഏറ്റവും വലിയ പ്രതിഫലം നൽകുന്നത്. തകർക്കാൻ പറ്റാത്ത വിശ്വാസം, കഴിയുമെന്ന ബോധം, പ്രശ്നങ്ങളെ നേരിട്ട് അതിനെ കീഴ്പ്പെടുത്തി മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം. ഈ മനോഭാവം വെച്ച് മുന്നോട്ട് പോയാൽ പ്രകൃതി, ദൈവം, പൗലോ കൊയ്ലോ പറഞ്ഞ പോലെ പ്രപഞ്ചം ഗൂഢാലോചന നടത്തുമെന്ന് പറഞ്ഞില്ലേ? യെസ്, യാതൊരു കാരണങ്ങളില്ലെങ്കിലും നിങ്ങളുടെ സ്വപ്നം സഫലമായിരിക്കും.